നിങ്ങൾക്ക് സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും മുഴുവനായി അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും നാളെ വലിയ തോതിലുള്ള കോടികളുടെ തട്ടിപ്പ് നടക്കാനുള്ള കാരണമായേക്കാവുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് ബാങ്കിങ് മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ചില കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പ്രതിപാദിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ കണ്ടവരും കാണാത്തവരും ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സ്പോയിലറും ഇല്ലാതെയാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ മനസ്സിലാക്കി തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് ഇടപാട് നടത്തുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് അനാഥമായി കിടക്കുന്ന പണമുണ്ടെന്ന് പറയുന്ന കണക്കുകൾ RBI പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 461 കോടി രൂപയാണ് തിരുവല്ലയിൽ മാത്രം ആരും ക്ലെയിം ചെയ്യാതെ പല അക്കൗണ്ടുകളിൽ കിടക്കുന്നു പറയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓവറോൾ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 1,30,000 കോടി രൂപയുടെ അടുത്തുള്ള തുക പല ബാങ്ക് അക്കൗണ്ടുകളിലും വെറുതെ കിടക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെപ്പറ്റിയും ഇത് കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളെ പറ്റിയും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനായിട്ട് വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വീഡിയോയിലോട്ട് സ്വാഗതം. രണ്ടായിരത്തി 2023 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 42,270 കോടി രൂപയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പല ബാങ്കുകളിൽ ഇന്ത്യയിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ സിറ്റി വൈസായുള്ള ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 സിറ്റികളിൽ കേരളത്തിൽ നിന്നുള്ള 4-ലധികം വരുന്ന സിറ്റികളുണ്ടെന്ന് പറയുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് ഞാൻ സൂചിപ്പിച്ച തിരുവല്ല എന്ന് പറയുന്ന പ്രദേശമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെ പല ബാങ്കുകളിലായിട്ട് 461 കോടി രൂപ ഡെപ്പോസിറ്റാണ് തിരുവല്ലയിൽ അനാഥമായി കിടക്കുന്നത്. ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് കോട്ടയം, 4-ാം സ്ഥാനത്ത് ചിറ്റൂരും അതുപോലെ തന്നെ തൃശ്ശൂർ, കൊയിലാണ്ടി തുടങ്ങിയ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന കണക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. സോ കേരളത്തിന് ഇത്രമാത്രം തുക ആരും ക്ലെയിം ചെയ്യാതെ എന്തുകൊണ്ട് ഡെപ്പോസിറ്റ് കിടക്കപ്പെടുന്നു? ഈ സംശയം പലർക്കും തോന്നിയേക്കാം. അവിടെയാണ് നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എങ്ങനെയാണ് ഈ ബാങ്കുകളിൽ പലപ്പോഴും ഇത്തരം ഡെപ്പോസിറ്റുകൾ ആരും ക്ലെയിം ചെയ്യാതെ കിടക്കപ്പെടുന്നു പറയുന്നൊരു കാര്യം. ഇതിനെ 2 രീതിയിൽ വേർതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് ഇൻഓപ്പറേറ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പല ബാങ്കുകളിലും അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഈ 2 കാര്യത്തെപ്പറ്റി നമുക്ക് ആദ്യം വിശദമായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു ബാങ്ക് അക്കൗണ്ട് അത് 2 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു തരത്തിലുള്ള ഇടപാട് നടത്താതെ, അതായത് നോർമലായിട്ടുള്ള UPI വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്താതെ വെറുതെ കിടക്കുകയാണെങ്കിൽ അതിനെ ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട് എന്ന് വിശേഷിപ്പിക്കും. ഇതിനെ ഡോർമെറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. ഈ ഒരു ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ടുകൾ ഇന്ത്യയിലെ പല മേഖലകളിൽ കാണാൻ സാധിക്കും. സോ 2014 ശേഷം വ്യാപകമായ തോതിൽ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇടപാട് നടത്താൻ തുടങ്ങിയതിനു ശേഷം പല ബാങ്ക് അക്കൗണ്ടുകളിലും വലിയ തോതിലുള്ള ഡെപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്ലെയിം ചെയ്യാതെ, ഇത് ഉപയോഗിക്കാതെ ചിലപ്പോൾ ഒരു 100 രൂപയോ അല്ലെങ്കിൽ 1000 രൂപ പോലും ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസായി കടന്നുകൊണ്ട് പോലും അത് ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമായിട്ട് 1,30,000 കോടി രൂപയുടെ അടുത്തുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്ന കണക്കുകളും RBI പുറത്തുവിട്ട് കാണാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ഡാറ്റയാണ്. രണ്ടാമത്തേത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് പല ബാങ്ക് അക്കൗണ്ടുകൾ, സേവിംഗ് അക്കൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിങ് ആണെങ്കിലോ ഇതിൽ പലപ്പോഴും പല ഡെപ്പോസിറ്റുകൾ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കാം. ഇങ്ങനെ നിക്ഷേപിക്കുന്ന തുക ആരും ക്ലെയിം ചെയ്യാതെ നോമിനി ഇല്ലാതിരിക്കുന്ന തുകയാണെങ്കിൽ അത് പല ബാങ്കുകളിലും 10 വർഷത്തിൽ കൂടുതലാകുമ്പോൾ അതിനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ 10 വർഷം എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് കഴിഞ്ഞാൽ അതിനെ ഈ ഒരു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിലോട്ട് മാറ്റും. ഇങ്ങനെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ 2023 മാത്രം ഏകദേശം 42,270 കോടി രൂപ കിടക്കുന്ന കണക്കുകളും RBI പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പ്രൈവറ്റ് ബാങ്കും പബ്ലിക് ബാങ്കും ഉൾപ്പെടുന്നുണ്ട്. സോ ഇത്രയും കോടി രൂപ ഇന്ത്യയിലെ പല ബാങ്ക് അക്കൗണ്ടുകളിൽ വെറുതെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്നു പറയുന്നൊരു കണക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക, ഇത്ര വലിയ തുകയുണ്ടാകുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയും വളരെയധികം വലുതാണ്. ഇനിയാണ് ഇവിടെ നടക്കുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെപ്പറ്റിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ പല ബാങ്കുകളിലും ക്ലെയിം ചെയ്ത് കിടക്കുന്ന ഇത്തരം ഡെപ്പോസിറ്റുകൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഈ കാണിക്കുന്ന ഗ്രാഫുകളും ഈ കണക്കുകളും എല്ലാം സൂചിപ്പിക്കുന്ന ഈ ഒരു വർധനവ് തന്നെയാണ്. കഴിഞ്ഞ വർഷം 2023 2022 അപേക്ഷിച്ചുകൊണ്ട് 28% കൂടുതലായിട്ട് ഇത്തരം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന കണക്കുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻഓപ്പറേറ്റീവായിട്ട് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും ഇതും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുമ്പോൾ തന്നെ RBI ഇതിന് നടപടി സ്വീകരിക്കേണ്ട തീരുമാനമെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് RBI എടുത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു
ആദ്യം ഇത്തരം ഇൻഓപ്പറേറ്റീവ് ആയിട്ട് ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളെ വീണ്ടും ഉപയോഗപ്പെടുത്താനായിട്ട് ബാങ്കുകൾ ശ്രമിക്കണം എന്നൊരു കാര്യം. അതിനായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഓണേഴ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരെ കണക്ട് ചെയ്ത് അവരെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തെപ്പറ്റി ഓർമ്മിപ്പിക്കാനും അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനുള്ള കാര്യം RBI തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മേ ബി നിങ്ങൾക്ക് പോലും പലപ്പോഴും ഈ KYC റിന്യൂ ചെയ്യണം പറഞ്ഞുകൊണ്ട് പല കോളും വന്നേക്കാം. ഇതിൽ പലതും തട്ടിപ്പിൻ്റെ രൂപത്തിലും വരാനുള്ള സാധ്യതയും കാണാൻ സാധിക്കും. സോ RBIയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഇൻഓപ്പറേറ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ടുകൾ കുറച്ചും കൂടെ വേഗത്തിൽ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ പലതരത്തിലുള്ള ഇളവുകളും കൊണ്ടുവന്നു. അതായത് ഇതിലുള്ള പല നൂലാമാലകൾ പലപ്പോഴും ഈ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു അക്കൗണ്ട് ഓണർ ബാങ്കിൽ പോയി ആ ഒരു കാര്യത്തെ കൃത്യമായിട്ട് നേരിട്ട് ചെന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ മാറ്റം കൊണ്ടുവന്നു. വീഡിയോ KYC എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ പല മാറ്റവും പലതരത്തിലുള്ള ഇളവുകളും RBI കൊണ്ടുവന്നപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പോലും തട്ടിപ്പ് നടത്താനായിട്ട് പലതരത്തിലുള്ള ബാങ്കുകളും ബാങ്കുകളിലെ ജീവനക്കാരും ഈവൻ പല ഏജൻസികളും ശ്രമിച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ്. RBIയുടെ ഡാറ്റ പ്രകാരം പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ മാത്രം 36,185 കോടി രൂപ വെറുതെ കിടക്കുന്നുണ്ട്. അതേസമയത്ത് പ്രൈവറ്റ് ബാങ്കുകളിൽ 6,000 കോടി രൂപയുടെ മുകളിൽ പലതരത്തിലുള്ള അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ പലപ്പോഴും ഈ ഡെപ്പോസിറ്റ് നടത്തിയ അയാൾ ജീവനോടെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് നോമിനി ഇല്ലാതിരിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ തുക ഒരു തരത്തിലുള്ള ഇടപാട് നടത്താൻ സാധിക്കാതെ ആ ബാങ്കിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം തുകയിലോട്ട് ആക്സസ് ലഭിക്കാനായിട്ട് ആ ബാങ്കിലെ ജീവനക്കാർക്ക് സാധിക്കും. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർ തീരുമാനിച്ചാൽ തന്നെ ആ ഒരു തുക വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് സാധ്യമാവും. സോ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പലപ്പോഴും പല ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്തരം അൺക്ലെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കാനായിട്ട് ബാങ്ക് ജീവനക്കാർ ശ്രമിക്കാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഒരു ബാങ്ക്. ആ ബാങ്കിൻ്റെ മാനേജർ തന്നെ 1.26 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ കണക്ക്. അതും ഇത്തരം ഇൻഓപ്പറേറ്റീവ് ആയിരിക്കുന്ന ഡോർമെന്റ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നടത്തിയിരിക്കുന്നത്. ആ ഒരു ബാങ്കിൽ തന്നെയുള്ള ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലോട്ടും ഇയാളുടെ സുഹൃത്തുക്കളുടെയും ഫാമിലിയുടെ അക്കൗണ്ടിലോട്ടും ചെറിയ തുക ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് 1.26 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ മാസങ്ങളിലും ഇതേപോലെ നിരവധി തട്ടിപ്പുകൾ ഇത്തരം ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. ഏറ്റവും ഒരു ഞെട്ടിക്കുന്ന ഒരു കണക്കായിട്ട് പുറത്തു വന്നത് 2021 വന്നൊരു വാർത്തയാണ്. 2021 ഒരു പ്രൈവറ്റ് ബാങ്കിലെ ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന 216 കോടി രൂപയുടെ ഡാറ്റ, ഈ അക്കൗണ്ടുള്ള ഓണർ ആരാണ്, ഇത് എവിടെയാണ് കിടക്കുന്നത് പറയുന്ന കാര്യത്തെപ്പറ്റി ഡാറ്റ ഒരു സംഘം തട്ടിയെടുക്കുകയും ആ ഡാറ്റ മറ്റൊരു സംഘത്തിന് ചോർന്നു നൽകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരൊറ്റൊരു ബാങ്കിൽ നിന്ന് മാത്രം 100 കോടി രൂപയുടെ മുകളിലെ തുക തട്ടിയെടുക്കാനായിട്ട് ഈ സംഘം തീരുമാനമെടുത്തു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. പക്ഷെ അത് ഒരു സെൻസിറ്റീവായ ന്യൂസായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ചാ വിഷയമായില്ല. അതേ സമയത്ത് ആ ഒരു വർഷം തന്നെ ആഗ്രയിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നു. ആഗ്രയിലുള്ള ഒരു ബാങ്കിലെ മാനേജറും ബാക്കിയുള്ള സ്റ്റാഫുകളും കൂടി തീരുമാനമെടുത്തുകൊണ്ട് 10 കോടി രൂപ തട്ടിപ്പ് നടത്തുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് പല ബാങ്ക് അക്കൗണ്ടുകളിലോട്ട്, അതായത് ഈ ബാങ്കിലോട്ട് ലോൺ അപേക്ഷിക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരിൽ വ്യാജമായ അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് ഇന്നാക്റ്റീവായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക ഈ ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതിനുശേഷം ഇത് ഇവർ തന്നെ വിഡ്രോ ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി വഴി അന്ന് ആഗ്രയിലെ ഒരു ബാങ്കിൽ നിന്ന് മാത്രം 10 കോടി രൂപ തട്ടിയെടുത്ത് വരുന്ന കണക്ക് പിന്നീട് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഇത് മറ്റൊരു കണക്കാണെങ്കിൽ ഇതേപോലെ തന്നെ പല കണക്കുകളും ഈ ഒരു കാലയളവിൽ 2020 ശേഷം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. കേരളത്തിൽ പോലും ഇത്തരം പല തട്ടിപ്പുകൾ നടന്നെന്ന് പറയുന്ന ആരോപണം പലപ്പോഴും ഉന്നയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ സൂചിപ്പിച്ച തട്ടിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന്. കാരണം നിങ്ങളുടെ അക്കൗണ്ടൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര തുക വരുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പേരിൽ വ്യാജമായ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലൂടെ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു കാര്യമാണ് ഇന്ത്യയിലെ പല ഭാഗത്ത് ഇൻക്ലൂഡിങ് കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന കണക്കുകൾ കാണാൻ സാധിക്കും. അതായത് ഇത്തരം ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന പൈസ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്ന് ആ തുക വ്യാജമായി നിർമ്മിച്ച അക്കൗണ്ടിലോട്ട് മാറ്റി അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ബാങ്കിൻ്റെ അകത്തേനെയുള്ള സംഘങ്ങളും, കൂടാതെ ഈ ബാങ്കുകളുടെ ഡാറ്റ ചോർത്തിക്കൊണ്ട് ആ ബാങ്കിൽ എത്രത്തോളം ഡെപ്പോസിറ്റ് ഉണ്ട്, അതിലെന്തെല്ലാമാണ് ഇന്നാക്റ്റീവ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന കാര്യം കണ്ടെത്തിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പോലും ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഒരു അക്കൗണ്ടിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലതരം സ്കാമിംഗ് നടക്കുന്ന കാര്യത്തെപ്പറ്റിയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടായിരുന്നു RBI കണക്കാക്കിയിരുന്നത്. അങ്ങനെയായിരുന്നു RBI 2014 ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തത്. അന്ന് RBIയുടെ നേതൃത്വത്തിൽ DE എന്ന് പറയുന്ന ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു കാര്യം സ്ഥാപകമാക്കിയിരുന്നു. ഈ ഒരു ഫണ്ട് സ്കീമിൻ്റെ പ്രധാന ഉദ്ദേശം
പല ബാങ്കുകളിലായിട്ട് കിടക്കുന്ന ഇത്തരം ഇന്നാക്റ്റീവ് ആയിരിക്കുന്ന ഡെപ്പോസിറ്റുകളും അതുപോലെ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ടിലെ തുകയും ഇത് RBIയുടെ അണ്ടറിലുള്ള ഒരു DE എന്ന് പറയുന്ന ട്രസ്റ്റിലോട്ട് മാറ്റിക്കൊണ്ട് ഈ DEയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യമായിരുന്നു RBI തീരുമാനമെടുത്തത്. ഇങ്ങനെ DEയുടെ അകത്തോട്ട് വരുന്ന എല്ലാ വർഷവും ഈ ഒരു തുക ബാങ്കുകൾ ഇന്നാക്റ്റീവ് കിടക്കുന്ന ആ ഒരു ഡെപ്പോസിറ്റുകൾ DEയുടെ കൈക്കിലോട്ട് മാറ്റും. ഇങ്ങനെ RBIയുടെ കൈക്കിലോട്ട് വരുന്ന ഈ ഒരു തുക RBI നമ്മുടെ ഉപഭോക്താക്കൾക്കിടയിൽ ഈ കൃത്യമായുള്ള ഫിനാൻഷ്യൽ അവയർനെസ്സിനും കൃത്യമായി പണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം ആ ഒരു കാര്യത്തെപ്പറ്റിയും പല വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും പ്ലസ് ഈ ഡെപ്പോസിറ്റ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ നോമിനികളോ അല്ലെങ്കിൽ അവരോ തന്നെ കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ചാൽ ആ തുക തിരികെ നൽകുന്ന രീതിയിലും ഒരു തീരുമാനമെടുത്തിരുന്നു. RBIയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമെടുത്തപ്പോൾ പല ബാങ്കുകളും ഇതിനെ എതിർത്തു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ ബാങ്കുകളുടെ അകത്തുള്ള ഡെപ്പോസിറ്റുകൾ കുറയുമെന്ന് പറയുന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത് തട്ടിപ്പിനോട് നടത്താനുള്ള ബാങ്കിൻ്റെ തന്നെ തീരുമാനമാണെന്ന് പറയുന്ന രീതിയിലും പലതരത്തിലുള്ള എതിർപ്പുകളും പലതരത്തിലുള്ള ആരോപണങ്ങളും അന്ന് ഉന്നയിക്കപ്പെട്ടതാണ്. പല പ്രൈവറ്റ് ബാങ്കുകളും ഇത്തരം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്നു പറയുന്ന ആരോപണം അന്ന് ശക്തമായി ഉന്നയിക്കപ്പെട്ടതായിരുന്നു. സോ RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഒരു കണക്കായിരുന്നു 5279 കോടി രൂപ RBIയുടെ ഒരു DE എന്ന് പറയുന്ന ഫണ്ടിൽ നിന്ന് പല ഡെപ്പോസിറ്റുകളായിട്ട് അതായത് പലരും നിക്ഷേപം നടത്തിയിരിക്കുന്ന ആൾക്കാരോട് തന്നെ തിരികെ കൊടുത്തു എന്ന് പറയുന്ന കാര്യം. സോ വർഷം ഓരോ ബാങ്കിൽ നിന്നും അവിടെ ഇന്നാക്റ്റീവായി കിടക്കുന്ന ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു DE എന്ന് പറയുന്ന ഫണ്ടിലോട്ട് മാറ്റും. അത് പിന്നീട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ തിരികെ കൊടുക്കും. ഇങ്ങനൊരു തീരുമാനമായിരുന്നു RBI എടുത്തത്. ഇത് കൂടാതെ തന്നെ RBI 2023 എടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആയിരുന്നു 100 days 100 pay എന്ന് പറയുന്നത്. അതായത് RBIയുടെ അണ്ടറുള്ള ബാങ്കുകളിലും പ്രൈവറ്റ് ബാങ്കുകളിലും ഏറ്റവും കൂടുതലായിട്ട് ഇന്നാക്റ്റീവ് ഡെപ്പോസിറ്റ് നടത്തുന്ന ആൾക്കാർ ഇവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആ തുക തിരികെ കൊടുക്കണമെന്നൊരു കാര്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് RBI പല ബാങ്കുകളായിട്ട് ജൂൺ 1 തീയതി മുതൽ സെപ്റ്റംബർ 8 തീയതി 2023 വരെ മൊത്തം ഡാറ്റയും പരിശോധിക്കുകയും അവിടെ ഈ ബാങ്കിനകത്തുള്ള ടോപ്പ് 100 അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ തിരികെ കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ ആ വർഷം മാത്രം 1432 കോടി രൂപ വെറും 100 ദിവസം കൊണ്ട് തിരികെ കൊടുക്കാനായിട്ട് RBIക്ക് സാധ്യമായിരുന്നു. ഇപ്പോഴും പല ബാങ്ക് അക്കൗണ്ടുകൾ കിടക്കുന്ന ചെറിയ തുക പോലും തിരികെ എടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നില്ലെന്ന് പറയുന്ന RBIയുടെ ഭാഗത്തുള്ള കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ RBI ഇപ്പോഴും ഇതിനെതിരെ കൃത്യമായിട്ട് അവയർനെസ് നടത്താനും ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഇന്നാക്റ്റീവ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ തിരികെ എടുക്കാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് പല ക്യാമ്പയിൻസ് നടപ്പാക്കിയിരുന്നു. പല ഇൻഫ്ലുവൻസറുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടും പലതരത്തിലുള്ള ഏജൻസിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ടും RBI ഇത്തരം ക്യാമ്പയിൻ നടപ്പാക്കിയെങ്കിലും അതിൽ കാര്യമായിട്ടുള്ളൊരു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരവേൽപ്പ് വന്നിട്ടില്ലെന്ന് പറയുന്ന മറ്റൊരു സത്യമാണ്. സോ ഇപ്പോഴും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് തങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഡെപ്പോസിറ്റ് നടത്തിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇൻ കേസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെല്ലാം ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലോ ആ ഡെപ്പോസിറ്റ് അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിലോ അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാനായിട്ട് RBIയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. RBIയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പുതിയ പല ഇനിഷ്യേറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അത് ഏറ്റവും വേഗത്തിൽ നടപ്പാക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോഴും ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആണ് അത് പുതുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ സെന്ററിൽ വന്ന് കോൾ വരികയും അതുവഴി തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളെ മാക്സിമം കുറയ്ക്കാനായിട്ട് ജനങ്ങൾക്കിടയിൽ അവയർനെസ് എത്തിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ ഇന്നാക്റ്റീവ് അക്കൗണ്ട്സോ ഡെപ്പോസിറ്റോ ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായി നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷേ അതിൽ നോമിനി ആരും ഇല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ അത്യാവശ്യമായ കാര്യമാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കാൻ സാധിക്കുന്ന പല പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. കാരണം ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് ഓരോ രാജ്യവും വലിയ തോതിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൈസയ്ക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതും ഗവൺമെൻറ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. സോ അതിനായിട്ട് നിങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുക, നിങ്ങളും അതിനെ സഹകരിക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.